ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് Asus ZenFone Max Pro M2 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. Max Pro M2, Max Pro M1 എന്ന നല്ലൊരു ഫോണിൻ്റെ അപ്ഡേഷനാണ്. ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു റിയൽ അപ്ഡേഷനാണ്. ഇത് ഡിസൈനിൻ്റെ കാര്യത്തിലായാലും പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിലായാലും പെർഫോമൻസിൻ്റെ കാര്യത്തിലായാലും ബാറ്ററിയുടെ കാര്യത്തിലായാലും ഒക്കെ ക്യാമറ അടക്കം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു ട്രൂ അപ്ഡേറ്റ് ആണ് ഈ Asus ZenFone Max Pro M2. ഇന്ന് ആ ഫോണിൻ്റെ വിശേഷങ്ങളാണ്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് ഈ ഫോൺ എന്നുള്ള കാര്യം. വെൽക്കം ടു പ്രതാപ് ജി ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. ഹായ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടപ്പുറത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ നോട്ടിഫിക്കേഷൻ ഏത് ലഭിക്കും. അങ്ങനെ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ഡിസൈൻ സൈഡ് തന്നെ നോക്കാം. നല്ല ഒരു അപ്ഡേഷൻ നമുക്കിവിടെ കാണാം. മാക്സ് പ്രോ M1 ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ഇവിടെ കാണാൻ പറ്റും. ക്ലിയറായ ഒരു അപ്ഡേഷനാണ് മാക്സ് പ്രോ M2. ഡിസൈൻ്റെ കാര്യത്തിൽ നോച്ച് ഡിസൈൻ അടക്കം 19:9 ആസ്പെക്ട് റേഷ്യോയിലേക്ക് വന്നു. റിയർ സൈഡിൽ ഗ്ലാസ് ഫിനിഷ് കൊടുത്ത് ഈ ഒരു കാലഘട്ടത്തിലെ ട്രെൻഡിയായ ഒരു സംഭവമാണ് ഈ ഗ്ലാസ് ഫിനിഷും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഫ്രണ്ട് സൈഡിലെ ഡിസ്പ്ലേ ഗൊറില്ല ഗ്ലാസ് 6 കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ, സ്ട്രോങ് ആയ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊന്നും വേറെ ഒരു ഫോണിന് അവകാശപ്പെടാനില്ല. അപ്പോൾ ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു ട്രൂ അപ്ഡേറ്റ് ആണ്. അടുത്തായിട്ട് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 636ൻ്റെ ട്രൂ അപ്ഡേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 660 ആണ്. അപ്പോൾ നല്ല പെർഫോമൻസ് ഈ പ്രോസസ്സർ നമുക്ക് തരും ഈ ഒരു റേഞ്ചിൽ. ഇതിൻ്റെ റാം വേരിയൻറ്റുകൾ വരുന്നത് 3GB റാം 32GB സ്റ്റോറേജ്, 4GB റാം 64GB സ്റ്റോറേജ്, 6GB റാം 64GB സ്റ്റോറേജ്. ഒപ്പം തന്നെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഉണ്ടാവുന്ന ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഇത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലൈക്ക് ലുക്കാണ്. ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ ലുക്കാണ് ഇവിടെ കാണുക. അധികം ബ്ലൂടൂത്തും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു UI നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 1 പ്രോഗ്രാമൊന്നുമല്ല എങ്കിൽ കൂടിയും ഇതിലുള്ള സ്റ്റോക്ക് ആൻഡ്രോയിഡ് വെർഷൻ ആൻഡ്രോയിഡ് 8.1 ഓറിയോ ആണ്. അടുത്ത കൊല്ലം ആദ്യ ഭാഗത്തിൽ തന്നെ ആൻഡ്രോയിഡ് 9 ആൻഡ്രോയിഡ് 5ലേക്കുള്ള അപ്ഡേഷൻ കിട്ടുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡും കാര്യങ്ങളും ലുക്കും ഫീലൊക്കെയുള്ള നല്ലൊരു അപ്ഡേഷനാണ് നമുക്ക് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് കാര്യത്തിലും Asus ZenFone Max Pro M2 കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്. PUBG പോലുള്ള ഗെയിമുകൾ എത്ര ലെവലിൽ കളിക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം സാധാരണ ഇത്തരം വീഡിയോകൾ കഴിയുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത് എക്സ്ട്രാ എടുത്ത് പറയുന്നത്. HD ഗെയിം വരെ നന്നായിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഈ ഫോണിന് കഴിയും. HD ഗെയിമിൽ തന്നെ ഈവൻ ചെറിയ ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ഫ്രെയിം ഡ്രോപ്പൊക്കെ ഉള്ളൂ. അതല്ലാത്ത പക്ഷം നല്ല സ്മൂത്ത് ആയിട്ടുള്ള വർക്കിംഗ് HD ഗെയിമിങ്ങിൽ വരെ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ലെവൽ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിൽ. അടുത്തായിട്ട് നമുക്ക് ക്യാമറയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 12 മെഗാപിക്സൽ റിയർ ക്യാമറയാണ്. ഡെപ്ത് സെൻസർ 5 മെഗാപിക്സൽ വരുന്നു. മെയിൻ ക്യാമറ f1.8 ആപ്പച്ചറിലാണ്. സോണി IMX 486 ഉപയോഗിക്കുന്നത് സെൻസറായിട്ട്. അടുത്തായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 13 മെഗാപിക്സലാണ് f2.0 ആപ്പച്ചറിൽ. ഇതിൽ 4K സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ EIS പോലുള്ള സ്റ്റെബിലൈസേഷൻ ഫെസിലിറ്റിയും ഇതിനകത്തുണ്ട്. എന്തായാലും മാക്സ് പ്രോ M1നെ അപേക്ഷിച്ച് നല്ലൊരു അപ്ഡേഷനാണ്. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ വന്നതിന് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിയൽ ലൈഫിൽ അതൊക്കെ നോക്കിയതിന് ശേഷം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞു. എന്നാലും നല്ലൊരു ക്യാമറ അറ്റ്ലീസ്റ്റ് ഓൺ പേപ്പർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യമാണ്. 5000 mAh ബാറ്ററിയാണ്. ഈ റേഞ്ചിൽ മറ്റൊരു ഫോണിനും ഇത് അവകാശപ്പെടാനില്ല. 5000 mAh ബാറ്ററിയും പോർട്ട് 2 ആമ്പ് ചാർജർ തന്നെയാണ്. മൈക്രോ USB പോർട്ടാണ്. ടൈപ്പ് C ഒന്നും ഇതിനകത്തും വരുന്നില്ല. ഈ റേഞ്ചിൽ നമുക്ക് ടൈപ്പ് C ഒന്നും വാശി പിടിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും നല്ലൊരു ബാറ്ററി സെറ്റപ്പ് നമുക്കിവിടെ കാണാം. മാക്സ് പ്രോ M1ലും ഇത് തന്നെയായിരുന്നു. ഇപ്പോൾ അപ്ഡേഷനായിട്ട് വരുമ്പോഴും അതേ ഒരു ക്വാളിറ്റി ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ നിലനിർത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസിംഗാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ നിങ്ങൾ സന്ദർശിച്ചില്ലെങ്കിൽ ഒന്ന് പോയി നോക്കുക. അതിനകത്ത് നമുക്ക് റിയൽമി പോലുള്ള ഫോണുകളുടെ സർവീസ് സെൻ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ മറ്റേ നോവ 4 പോലെ വരാൻ പോകുന്ന ഫോണുകളുടെ കാര്യങ്ങൾ, പുതിയ ടെക് ന്യൂസുകൾ കൂടുതലായിട്ട് നമ്മൾ അവിടെയായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ റിവ്യൂ പോലുള്ള കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൂടുതൽ കൊടുക്കുക. അപ്പോൾ ടെക് ന്യൂസുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വരാൻ പോകുന്ന ഫോണുകളുടെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമാണ് അത് സബ്സ്ക്രൈബ് ചെയ്ത പോലെ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് തീർച്ചയായിട്ടും ഒന്ന് സന്ദർശിച്ച് ലൈക്ക് ചെയ്യാൻ മടിക്കേണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഫോണിൻ്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കാം. ഇനി നമുക്കിതിൻ്റെ പ്രൈസിങ് നോക്കാം. 3GB റാം 32GB വേരിയൻറ്റിന് 12,999 രൂപയാണ് വരുന്നത്. 4GB റാം 64GB വേരിയൻറ്റിന് 14,999 രൂപയാണ്. 6GB റാം 64GB സ്റ്റോറേജിന് 16,999 രൂപയാണ്. അപ്പോൾ നല്ലൊരു പ്രൈസിങ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. 12,999 രൂപ റേഞ്ചിൽ ഈ ഫോണിൻ്റെ കോമ്പറ്റീഷനായിട്ട് വരാൻ പോകുന്നത് ഡയറക്റ്റ് ഹിറ്റ് നമുക്ക് റെഡ്മി നോട്ട് 6 പ്രോയും റെഡ്മി നോട്ട് 5 പ്രോയും ഒക്കെയാണ്. നോട്ട് 6 പ്രോ ആണ് എന്തായാലും ഈ ഒരു ടൈമിലെ അപ്ഡേഷൻ രീതിയിൽ വന്നിരിക്കുന്ന ഫോൺ. അവിടെയാണ് കോമ്പറ്റീഷൻ കാണുക. പക്ഷേ ഡിസൈനും പെർഫോമൻസും അതേപോലെ തന്നെ ബാറ്ററിയും എല്ലാം മാക്സ് പ്രോ M2ൽ ബെറ്ററാണ്. ക്യാമറ ക്വാളിറ്റി തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു റെഡ്മി നോട്ട് 6 പ്രോ ആയിരിക്കും ബെറ്റർ എന്നാണ്. എന്തായാലും റിയൽ ലൈഫിൽ മാക്സ് പ്രോ M2 ടെസ്റ്റ് ചെയ്തിട്ടില്ല. ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ടൊക്കെ വരുമ്പോഴേ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് ഏതാണ് വിന്നർ എന്ന് മനസ്സിലാവുള്ളൂ. എങ്കിലും ടോട്ടലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ ബെറ്റർ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക്
ആക്സസ് സെൻഫോൺ മാക്സ് പ്രോ M2 ഒരു നല്ല അപ്ഡേഷനായിട്ട് കാണാൻ സാധിക്കുക. ഈ ഫോണിൻ്റെ അവൈലബിലിറ്റി ഡിസംബർ 20 മുതൽ മാർക്കറ്റിൽ ലഭ്യമായി തുടങ്ങും. അപ്പോൾ നമുക്ക് വാങ്ങി തുടങ്ങാം. ഈ പ്രൈസും കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഒപ്പം തന്നെ ഒരു ഓഫറും അവർ തരുന്നുണ്ട്. കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാൻ ഈ ബ്രാൻഡിൻ്റെ മോഡലുകൾക്ക് നമുക്ക് 99 രൂപ മുതൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 1200 രൂപയ്ക്കാണ് ഈ ഒരു മോഡലിൻ്റെ റേഞ്ചിൽ വരാറ്. ഇവിടെ 99 രൂപ മുതൽ നമുക്കിത് കിട്ടുന്നുണ്ട്. ഒന്ന് ആ ദിവസം അതിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ബെറ്ററായ ഒരു കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ പ്ലാൻ അവിടെ കിട്ടിയേക്കാം. അതേപോലെ തന്നെ നോ കോസ്റ്റ് EMI അടക്കമുള്ള ഓഫറുകളും വരുന്നുണ്ട്. നിങ്ങൾക്ക് EMI എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ 3 മാസത്തെയും 6 മാസത്തെയും കാലാവധിയിൽ നമുക്ക് നോ കോസ്റ്റ് EMI ആയിട്ടും ഈ പ്രൊഡക്റ്റുകൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാക്സ് പ്രോ M2 എന്ന ഫോണിൻ്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ താഴെയുള്ള ഷെയർ ബട്ടൺ ഉപയോഗിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.